ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 4 ഘട്ട വോട്ടെടുപ്പ് ഇതോടുകൂടി പൂർത്തിയാകുമ്പോൾ 5ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇനി 2 ദിവസം കൂടി മാത്രമാണ് ശേഷിക്കുന്നത്. 8 സംസ്ഥാനങ്ങളിലെ 49 മണ്ഡലങ്ങൾ ആണ് വിധിയെഴുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യു.പിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആണ് വ്യാപൃതനായിട്ടുള്ളത്. 4 പരിപാടികൾ ആണ് ഇന്ന് പ്രധാനമന്ത്രിക്ക് യു.പിയിൽ ഉള്ളത്. അതേസമയം അരവിന്ദ് കെജ്രിവാളും ഇന്ന് യു.പിയിൽ തന്നെ ആണുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ആദ്യം ചേരുന്നത്. രാഗേഷ്, 2 പ്രധാന നേതാക്കൾ, പ്രത്യേകിച്ച് കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം കെജ്രിവാളും മോദിയും തമ്മിലാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട വാക്പോര് നടക്കുന്നത്. അത് ഉത്തർപ്രദേശിൽ ആവർത്തിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ടോ? പ്രധാനമന്ത്രി എവിടെയൊക്കെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പരിപാടികളെ നയിക്കുന്നത്? അഭിലാഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. കാരണം ഇനി 164 മണ്ഡലങ്ങളിലാണ് 3 ഘട്ടങ്ങളിലായി ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത്. 20-ാം തീയതി 5ാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങളാണ് വിധി എഴുതുക. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങൾ 20-ാം തീയതി വിധി എഴുതും. മറ്റന്നാൾ അവിടെ പരസ്യ പ്രചാരണം അവസാനിക്കുകയും ചെയ്യും. ഏതായാലും നിർണായക ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പ് കടന്നതോടുകൂടി പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാരണാസിയിലുണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണവും അതിനുശേഷം റോഡ് ഷോയുമൊക്കെയായി മോദി അവിടെ സജീവമായിരുന്നു. ഇന്നും യു.പിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഉള്ളത്. പ്രത്യേകിച്ച് 4 ഇടങ്ങളിലാണ് പൊതുപരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക. അതായത് 4 റാലികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് നിസാംഗഡിലെ ലാൽഗഞ്ചിലാണ് ആദ്യത്തെ പൊതുപരിപാടി. അതിനുശേഷം ജോൺപൂരിലെ മച്ലി ഷഹറിൽ 2ാമത്തെ റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ബദോഹിയിലാണ് 3ാമത്തെ പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നത്. ഒപ്പം അവസാന പരിപാടി പ്രതാപ്ഗഡിലാണ് അവസാനത്തെ റാലി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പ്രതാപ്ഗഡ് റായ്ബറേലി അടക്കമുള്ള മണ്ഡലങ്ങളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെയും ഇന്ന് ഏതായാലും പ്രധാനമന്ത്രിയുടെ റാലി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ യു.പി പിടിക്കുക, യു.പിയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം തന്നെയാണ് ബി.ജെ.പിക്കുള്ളത്. കാരണം 2014-ലും 2019-ലും ഒക്കെ ബി.ജെ.പിയുടെ വിജയത്തിൽ യു.പിയിലെ പ്രകടനം വലിയ നിർണായകമായിരുന്നു. ഏതായാലും അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ മുന്നണിയും NDAക്കെതിരെ, പ്രത്യേകിച്ച് ബി.ജെ.പിക്കെതിരെ പ്രചാരണം ശക്തമാക്കുന്നുണ്ട്. ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ലക്നൌവിൽ എത്തുകയാണ്. അഖിലേഷ് യാദവുമായി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രത്യേകിച്ച് യു.പിയിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് അഖിലേഷ് യാദവാണ്. അപ്പോൾ അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു സംയുക്ത വാർത്താ സമ്മേളനവും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായും ബി.ജെ.പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പ്രിയങ്ക ഗാന്ധിയും യു.പിയിൽ സജീവമാണ്. കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി. റായ്ബറേലിയിൽ ഈ 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി രാഹുലിനായി വോട്ട് ചോദിച്ച് അവിടെ സജീവമാണ്. ഇന്ന് 6 പരിപാടികളിലാണ് മണ്ഡലത്തിൽ പ്രിയങ്കയും പങ്കെടുക്കുക. ഇത്തരത്തിൽ ഏതായാലും സജീവമായി തന്നെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുന്നണികളുടെ ഭാഗത്ത് തുടരുകയാണ്. അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ എല്ലാ മുന്നണികളും കൈമയും മറന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ